ശ്രീരാമന് പ്രജകളേവരും അങ്ങേയറ്റം സ്നേഹിക്കുന്നു. താൻ വൃദ്ധനായി. ആ സ്ഥിതിക്ക് ശ്രീരാമന് എത്രയും വേഗം അഭിഷേകം ചെയ്യണമെന്നാണ് ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയെ അറിയിക്കുന്നത്. അടുത്ത ദിവസം പൂയം നക്ഷത്രമാകയാൽ അന്നു തന്നെ അഭിഷേകം നടത്താം. വസിഷ്ഠ മഹർഷിയോട് ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ദശരഥ മഹാരാജാവ് മന്ത്രിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ശ്രീരാമാഭിഷേകാരംഭം. എക്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദ മാറിയിരിക്കുമ്പോൾ പങ്കജസംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടക താരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വിപരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെ എങ്കിലതുൾപ്പുവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റം അതോർത്തു കണ്ടിലയോ. വന്നീലമാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനിയൊന്നുകൊണ്ടു മതു നിർണയം മാനസേ. എന്നാലതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണപംക്തികൾ എല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറ നാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്കനീ. നാളെ വേണം അഭിഷേകം ഇളമയായി നാളികനേത്രനാം രാമനു നിർണയം.